ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം പല വഴിക്ക് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഈ ദേവിദാസൻ, ചങ്കുബോൻ ദേവിദാസൻ എന്ന ജോത്സ്യനിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചത്. അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഇങ്ങനെയാണ് ഇവർ ഈ വിളിപ്പിക്കാനുള്ളൊരു സാഹചര്യം. ആദ്യമായിട്ട് താങ്കൾ പറഞ്ഞ കാര്യത്തിൽ തുടങ്ങാം. കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല എന്നെ വിളിച്ചിട്ടുള്ളത്, മനസ്സിലായോ? കൊലപാതകം ഒരു ബന്ധമില്ല. അവരൊരു പരാതി നേരത്തെ കൊടുത്തിരുന്നു, സാമ്പത്തിക ഇടപാടിനെ കുറിച്ച്. അവരിൽ നിന്ന് കുറേ പൈസ ഞാൻ കടമായിട്ട് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ പലതായിട്ട് ഒരു 35 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നൊക്കെയാണ് അവരുടെ പരാതി. അവരെ എനിക്കറിയില്ല, അവരറിയില്ല എന്നല്ല, അവരിൽ നിന്ന് ഞാനങ്ങനെ ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മൊബൈൽസ് പരിശോധിക്കണം, അവരുടെ ഏതെങ്കിലും മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ടോ, ഞാൻ എന്തെങ്കിലും മെസ്സേജ് അവർക്ക് അയച്ചിട്ടുണ്ടോ അതൊന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ മൊബൈൽ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നാൽ മൊബൈൽ വാങ്ങിക്കണം. പിന്നെ എന്താണ് ഇതിൽ അവർ ചോദിക്കുന്നത് അതിനും മറുപടി പറയണം. ഈ ഹരികുമാറുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? കുറേ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഇവിടെ ഒരു പരിചാരകനായിട്ട് നിന്നിരുന്നു, എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായിയായിട്ട് നിന്നിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അയാളുടെ സ്വഭാവത്തിന് ചില വൈകല്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് തിരിച്ചയച്ചു. അവരുടെ അച്ഛനമ്മയും വിളിച്ചിട്ട് തിരിച്ചയക്കാൻ പറഞ്ഞു വിട്ടതാണ് ഇവിടുന്ന്, അല്ലേ? അതെ നേരത്തെ. അതിനുശേഷം അവരുമായിട്ട് ഒരു ബന്ധമില്ല, ആ വീടുമായിട്ട്. ചേച്ചിയും അതുപോലെ ശ്രീതുവും താങ്കളുടെ പേര് പറഞ്ഞു എന്നൊക്കെയാണ് പോലീസിന്. നമുക്ക് സ്വതന്ത്രമായ നാവുണ്ടെങ്കിൽ എന്തും പറയാമല്ലോ, എന്തും പറയാം. അതിൽ വാസ്തവമുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളത് നിയമപാലകന്മാരുടെ ജോലിയാണ്. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുണ്ട്. പലതത്തിയായിട്ട് പൈസ വാങ്ങിച്ചെന്ന് പറയുമ്പം അതിലെന്തെങ്കിലും ഒരു തെളിവുണ്ടാവണമല്ലോ, അത് അന്വേഷിക്കട്ടെ. ചേച്ചിയായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ആ പയ്യൻ്റെ സഹോദരി എന്നുള്ള നിലയ്ക്ക് ഇവിടെ 2-3 തവണ ഈയിടെ മാസ ശമ്പളം വാങ്ങിക്കാനായിട്ട് അമ്മയോടൊപ്പം വന്നിട്ട്, അതല്ലാതെ വേറെ പരിചയമല്ല. എങ്ങനെയായിരുന്നു ഇത്രയും വലിയൊരു മഠമൊക്കെ ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം? ഞാൻ അത് പറഞ്ഞാൽ കുറേ സമയമെടുക്കും. എനിക്കിപ്പോൾ അത്യാവശ്യം അങ്ങോട്ട് പോകണം. ഇല്ല, എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, എനിക്ക് അങ്ങോട്ട് പോകണം. നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു താമസം? ഞാൻ ശംഖുമുഖത്തായിരുന്നു താമസം. പിന്നെ ഈ വസ്തു വാങ്ങിച്ച് വീട് വെച്ച് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ എങ്ങനെ ആളുകൾക്ക് എങ്ങനെയാണ് ഈ ജ്യോതിഷം മാത്രമാണോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജ്യോതിഷം ആണ് എൻ്റെ പ്രധാന ജോലി. പിന്നെ ജ്യോതിഷം പഠിപ്പിക്കുക, അതാണ് ജോലി. കുറേ ആളുകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കണ്ണൂരുണ്ട്, എറണാകുളത്തുണ്ട്. അവിടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അവിടെയൊക്കെ പോയി ക്ലാസ് എടുക്കാറുണ്ട്. മൊഴിയെടുപ്പിനായി പോവുകയാണ് വിളിച്ചു വരുത്തിയതിൻ്റെ ഭാഗമായി. എന്തായാലും അദ്ദേഹം പറയുന്നത് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടല്ല തന്നെ വിളിപ്പിച്ചിട്ടുള്ളത്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലാണ് വിളിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരുമായുള്ള ബന്ധത്തിൻ്റെ കാര്യവും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുകയാണ്. സജു കാഞ്ഞിരംകുളത്തോടൊപ്പം വിജിൻ വായാന്തോട്ട്, കൈരളി ന്യൂസ്.